നടപടി കടുപ്പിക്കുമ്പോൾ വിശദമായി നോക്കാം. നയനറ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടി കടുപ്പിച്ച് ഇഡി. 7 ജില്ലകളിലായി 67 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി. പിടിച്ചെടുത്തതിൽ തിരുവനന്തപുരത്തെ SDPI ഭൂമിയും. കണ്ടുകെട്ടിയത് ബിനാമി പേര് രജിസ്റ്റർ ചെയ്ത സ്വത്തുവകകൾ. ശബരിമല വിവാദത്തിൽ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സർക്കാർ. കെ ജയകുമാറിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രഖ്യാപിക്കും. പദവി നിയോഗമെന്ന് ജയകുമാർ. ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है. കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി. എറണാകുളം ബംഗളൂരു സർവീസ് ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ആദ്യ യാത്ര ആവേശമാക്കി യാത്രക്കാർ. വന്ദേ ഭാരതിൽ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഇതുവരെ ഇല്ല. പിന്നെ ബാക്കി ഇതുപോലെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ ഉണ്ടാക്കി തരുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മുടെ ഓരോ യാത്രക്കാരും ചെയ്യേണ്ടതാണ്. ഉദ്ഘാടനത്തിനിടെ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി. മെട്രോ നഗരമാകാൻ തിരുവനന്തപുരവും. 1 മാസത്തിനകം DPR തയ്യാറാക്കുമെന്ന് KMRL MD. നിർമ്മാണം കൊച്ചി മെട്രോ മാതൃകയിൽ. കൊച്ചിയിലേക്കാൾ യാത്രക്കാർ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് ലോക്നാഥ് ബെഹ്റ. പറയുന്നത് ചെയ്യുന്ന സർക്കാർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഭിത്തി തകർന്ന് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് 7ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ. 6 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. സംഭവം പാലക്കാട് അട്ടപ്പാടി കരുവാരൂരിൽ. കോട്ടയം മണർക്കാട് ആഭിചാരത്തിന്റെ പേരിൽ നവവധുവിന് ക്രൂര പീഡനം. ഭർത്താവും ഭർത്തൃപിതാവും മന്ത്രവാദിയും അറസ്റ്റിൽ. ആഭിചാരക്രിയ നടത്തിയത് യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ച് ദൃശ്യങ്ങൾ ന്യൂസ് 18. മദർ ഏലീശയിനി വാഴ്ത്തപ്പെട്ടവൾ. ചടങ്ങുകൾ വല്ലാർപാടം ബസലിക്കയിൽ. വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർന്നത് കേരളത്തിൽ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക. ബീഹാറിൽ 2ാം ഘട്ട പ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. യുവാക്കളെ ഗുണ്ടകളാക്കി മാറ്റാൻ RJD. കോൺഗ്രസ് പോരാട്ടം മോദി സാമ്രാജ്യത്വത്തിനെതിരെയെന്ന് പ്രിയങ്ക. VVPAT സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തിയതിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് സസ്പെൻഷൻ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര ഇന്ത്യയ്ക്ക്. 5ാം മത്സരവും മഴ മൂലം ഉപേക്ഷിച്ചു. പരമ്പര 2-1 സ്വന്തമാക്കി ഇന്ത്യ. അഭിഷേക് ശർമ്മ കളിയിലെ താരം. PFIക്കെതിരെ വീണ്ടും നടപടി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 67.03 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ SDPI ഭൂമി, പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. ബിനാമി പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ആയുധ പരിശീലനം അടക്കം ഈ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മനു ഭരത് നൽകും ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. മനു, അങ്ങനെ PFIക്കെതിരെ വീണ്ടും നടപടിയുമായി ED രംഗത്തെത്തിയിരിക്കുന്നു. 67 കോടിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണ്ടുകെട്ടിയത്. ED നടപടി കടുപ്പിച്ചിരിക്കുന്നു അല്ലേ? ഭവ്യ, 8 സ്ഥാവര വസ്തുക്കളാണ് ED കണ്ടുകെട്ടിയിട്ടുള്ളത്. 67.3 കോടി ഇപ്പോൾ കണ്ടുകെട്ടുമ്പോൾ നേരത്തെ
ഇതേ സമാനമായ രീതിയിൽ 61.98 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. അങ്ങനെ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ 129 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ ED ചില കാര്യങ്ങൾ കൂടി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് SDIക്ക് ആവശ്യമായ ധനസഹായം നൽകിയത് PFI ആണ്. ആളുകളെ ഏകോപിപ്പിക്കുന്നതിലും പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിലും നേതാക്കളെ കണ്ടെത്തുന്നതിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും അങ്ങനെ എല്ലാം SDPIക്ക് സഹായം നൽകിയിരുന്നത് PFI ആണ്. PFIയിലൂടെയുള്ള പണം SDPIക്ക് ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാത്ത രീതിയിൽ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ PFI ആകട്ടെ നേരത്തെ സിമിയും NDFുമായൊക്കെ അടുത്ത ആളുകൾ തന്നെ മറ്റൊരു രീതിയിലുള്ളൊരു സംഘടനയാണ്. ഇത് പ്രധാനമായും രാജ്യത്തൊരു ഇസ്ലാമിക് രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക് ഭരണകൂടം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വിദേശത്ത് നിന്ന് പണം ഉൾപ്പെടെ വാങ്ങുന്നു. അങ്ങനെ 131 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വിദേശത്ത് നിന്ന് ഈ PFI വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. 7 ജില്ലകളിലായാണ് ഈ 8 സ്ഥാവര വസ്തുക്കൾ ഉള്ളത്. ഇത് പലതും പല ട്രസ്റ്റുകളുടെ പേരിലും അതുപോലെ വ്യക്തികളുടെ പേരിലുമൊക്കെയാണ് ഇങ്ങനെ പണം വാങ്ങി സൂക്ഷിക്കുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് ഈ സംഘടന നടത്തുന്നു എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായും അതിൻ്റെ കൃത്യമായ ഓഡിറ്റിംഗ് ഒക്കെ നടത്തി അവരതിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പരസ്യമായുള്ള ഒരു വിക്രയമല്ല, മറിച്ച് അത് വളരെ രഹസ്യമായി ഈ പണം കൈമാറ്റം ചെയ്യുന്നു. പലരുടെയും ഡയറികളിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 28ഓളം നേതാക്കളെ ED ഈ കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് പല നിർണായക വിവരങ്ങളും ലഭിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ദേശീയ പ്രസിഡന്റ് SDPയുടെ MK ഫൈസി ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പണം പ്രധാനമായും ഉപയോഗിച്ചത് ആളുകൾക്ക് പരിശീലനം നൽകുക, പ്രത്യേകിച്ച് ആയുധ പരിശീലനം നൽകുക, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഒരു ഐക്യവും തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിനുവേണ്ടി ആളുകൾക്ക് പരിശീലനം നൽകുക, ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ഒക്കെയുള്ള പണം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ഇത് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ED വ്യക്തമാക്കുന്നു. അങ്ങനെ വലിയ ചില രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില നിർണായക കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടാണ് കൂടിയാണ് ഇന്നത്തെ ഈ പത്രക്കുറിപ്പ് വഴി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 129 കോടി രൂപയുടെ മൊത്തം സ്വത്തുവകകൾ ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ 8 വസ്തുക്കളാണ്. നേരത്തെ 9 വസ്തുക്കൾ ഒരു പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ വഴി കണ്ടുകെട്ടിയിരുന്നു. അങ്ങനെ ശക്തമായ നടപടി PFIക്കെതിരെ ED നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് ഇതുവഴി നൽകുന്നത്. മനു, ഇവിടെ ഇപ്പോൾ ഇതാ 8ഓളം കേന്ദ്രങ്ങളാണ്, സ്ഥലങ്ങളാണ് കണ്ടുകിട്ടിയെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നതിൽ. 67 കോടിയുടെ സ്വത്തുവകകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ കണ്ടുകെട്ടിയവയ്ക്കെല്ലാം കൃത്യമായ രീതിയിൽ രാജ്യവിരുദ്ധ താല്പര്യത്തിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു എന്നാണോ ED വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, വളരെ കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താക്കുറിപ്പിലുണ്ട്. അതിൻ്റെ ചില സുപ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. The proceeds were used for the furtherance of criminal conspiracy to carry out violent and terrorist activities in India to achieve the goal of forming an Islamic nation, jeopardizing our secular fabric, disrupting the unity and integrity of our nation. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുക, അതുപോലെ ഇവിടുത്തെ ഒരു മതനിരപേക്ഷ മതസാഹോദര്യത്തിൻ്റെ ഒരു സാഹചര്യത്തെ തകർക്കുക, രാജ്യത്തെ ഇസ്ലാമിക് ഭരണകൂടം സൃഷ്ടിക്കാനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിനുവേണ്ടി തന്നെയാണ് ഈ പണം പ്രധാനമായി സമാഹരിച്ചിട്ടുള്ളതെന്നും അതിനുവേണ്ടിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഒപ്പം ഇതിനായി ആളുകളെ പരിശീലിപ്പിക്കുക, പ്രത്യേകിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് നിരവധി കേസുകളുണ്ട്. ഒപ്പം തന്നെ ഈ മണി ലോണ്ടറിംഗ് ആക്ട് 2002 നിയമപ്രകാരം എടുത്തിട്ടുള്ള ചില നടപടികളെക്കുറിച്ചും ED പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവെ ഈ SDPയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികൾ, അതുപോലെ കേഡർമാരുടെ ഏകോപനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം PFIയുടെ സഹായം ലഭിക്കുന്നു എന്നാണ് ED വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇവർക്ക് സിമിയുമായി ബന്ധമുള്ളവരാണ്. മാത്രമല്ല NDFുമായൊക്കെ
ബന്ധമുള്ളവരാണ്. അങ്ങനെ കേരളത്തിൽ അടക്കം വിവിധയിടങ്ങളിൽ മനഃപൂർവ്വമായി ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നു. അത് PFIയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുള്ള സ്വത്തുവകകൾ അതിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ വളരെ ആസൂത്രിതമായ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റാണ് ഈ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ED പുറത്തുവിടുന്നത്. പക്ഷേ ഏതായാലും PFIയും യോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് SDPI ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തുവിട്ടിരുന്നു. അവർ ഇതൊക്കെ ഒരു BJP സർക്കാരിൻ്റെ പകപോക്കൽ നയം എന്ന രീതിയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ശുദ്ധീകരിക്കാൻ K. ജയകുമാർ. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തോടെ ഇളക്കം തട്ടിയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാറിനെ ഉടൻ പ്രഖ്യാപിക്കും. ദേവസ്വം മന്ത്രി തീരുമാനം അറിയിച്ചതായും തിങ്കളാഴ്ച ഉത്തരവ് പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷയെന്നും K. ജയകുമാർ. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ച ഓർഡർ ഇറങ്ങുമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കിടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ മണ്ഡലകാലം പൂർത്തീകരിക്കലാണ് ലക്ഷ്യം. വിവാദങ്ങൾക്കിടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും ജയകുമാർ പ്രതികരിച്ചു. എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയുമില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും വകുപ്പും സർക്കാർ മുഴുവനായും വലിയ തരത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിലവിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് സാധാരണയായി നടക്കാറുള്ള ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പരിചയസമ്പന്നനായ IAS ഉദ്യോഗസ്ഥനായിരുന്ന K. ജയകുമാറിന്റെ പേര് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുന്നത് ഒരുപക്ഷെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനം, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിവാദങ്ങളെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു ആയുധമായി മാറുന്ന തരത്തിലേക്ക് ഈ K. ജയകുമാർ എന്ന പേര് മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അപസ്വരങ്ങളെയും എതിർസ്വരങ്ങളെയും എല്ലാം കൃത്യമായി തന്നെ ഈ ഒരു തീരുമാനത്തിലൂടെ മറികടക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ K. ജയകുമാർ എന്ന ഒറ്റ പേരിലേക്ക് മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ CPI സെക്രട്ടേറിയറ്റൊക്കെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ തിങ്കളാഴ്ചയായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. K. ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കാനുള്ള തീരുമാനത്തിലൂടെ അത്തരമൊരു പേരിലേക്ക് എത്തിയതിലൂടെ നിലവിലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സംശയത്തിന്റെ വലിയ പുകമറയിലായിരുന്നു. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് PS പ്രശാന്ത് നയിക്കുന്ന ബോർഡിനോ ഭാരവാഹികൾക്കൊന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിയുടെ തലപ്പത്തേക്ക് K. ജയകുമാറിനെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അതിൽ ലക്ഷ്യം മറ്റൊന്നുമല്ല, 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ വിശ്വാസികളുടെ പ്രശ്നങ്ങളെയും വിശ്വാസത്തെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സർക്കാരിന്റേത് എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച്, ഇടത് മുന്നണിയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വരുന്ന മണ്ഡലകാലം സുഗമമായി നടത്തുന്നതിനു വേണ്ടി K. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏത് തരത്തിലുള്ള ഇടപെടലാകും നടത്തുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ SIT. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്ത് മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും.
തിങ്കളാഴ്ച വരെയാണ് പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി. അതേസമയം വാതിൽപ്പാളി മോഷണ കേസിലെ 3-ാം പ്രതി മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെതിരെ വൈകാതെ തുടർ നടപടികൾ ഉണ്ടായേക്കും. ശരവേഗത്തിൽ കുതിച്ച വന്ദേ ഭാരത്. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കുതിച്ച് വന്ദേ ഭാരത്. കേരളത്തിന്റെ 3-ാം വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതുൾപ്പെടെ 4 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് വാരാണസിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചത്. बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में एक और स्वर्णिम अध्याय जुड़ गया है। जोरदार तालियों से इन ऐतिहासिक क्षणों का अभिनंदन करें। രാജ്യത്താകെ 160 വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതായും അടിസ്ഥാന സൗകര്യ വികസനം, വികസിത സമ്പദ്വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. आज देश के अलग अलग हिस्सों में नई वंदे भारत ट्रेनों की शुरुआत हो रही है। काशी से खजुराहो वंदे भारत के अलावा फिरोजपुर दिल्ली वंदे भारत, लखनऊ सहारनपुर वंदे भारत और एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। इन 4 नई ट्रेनों के साथ ही अब देश में 160 से ज्यादा नई वंदे भारत ट्रेनों का संचालन होने लगा है। मैं काशी वासियों को, सभी देशवासियों को इन ट्रेनों की बहुत बहुत बधाई देता हूं। साथियों, आज वंदे भारत, नमो भारत और अमृत भारत जैसी ट्रेनें भारतीय रेलवे की अगली पीढ़ी की नींव तैयार कर रही है. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് യാത്ര തുടങ്ങുമ്പോൾ ഇതിലെ യാത്രക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് ഇന്നത്തോടെ യാഥാർത്ഥ്യമാകുന്നത്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ബംഗളൂരുവിലേക്കും എറണാകുളത്തേക്കുമൊക്കെ പോയി വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ ചടങ്ങിൽ കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിൽ സുരേഷ് ഗോപി എംപിയും അതോടൊപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. നേതാക്കന്മാരും ഒപ്പം രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഈ വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളാണുള്ളത്. മാധ്യമപ്രവർത്തകരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം സുരേഷ് ഗോപി എംപി ഉണ്ട്. അങ്ങനെ നിരവധി പേര്, ഈ റെയിൽവേ ജീവനക്കാരുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. നമ്മളോടൊപ്പം കുറച്ച് കൂട്ടുകാരുണ്ട്. അവരോട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം. ഹലോ, എല്ലാരും ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? 7th. ഒരു പാട്ട് പാടിയല്ലോ നമുക്ക്. എന്നാ തുടങ്ങിക്കോ. 1 2 3 വന്ദേ മാതരം, വന്ദേ മാതരം, സുഫലാ സുജലാ വലയജ ശീതളാ സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം, സൂദ്ര സൂദ്ര ഹൃദയാമിനേ ഉല്ല
താങ്ക് യു അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് പാടി എല്ലാവരും. പറയൂ, എങ്ങനെയുണ്ട് വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറി? സൂപ്പറാണ്. ഇനി വന്ദേ ഭാരതി കയറും. ഇനി വീട്ടുകാരുടെ കൂടെ ഇനി എന്താ നിങ്ങള് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്? അടുത്ത് തന്നെ പോണം അല്ലേ? ഫ്രണ്ട്സുമായിട്ട് പോണോ ഫാമിലി ആയിട്ട് പോണോ? അപ്പൊ ഇനിയിപ്പോ സൗകര്യം പോയി വരാല്ലോ. എന്നാലും ഇനിയും ഇതുപോലെയുള്ള ട്രെയിനുകൾ നമുക്ക് വേണം അല്ലേ? സാധാരണ ട്രെയിനിൽ കയറിയിട്ടില്ലേ? ട്രെയിനിൽ വെച്ച് നോക്കുമ്പോ ഇത് സൗകര്യമാണ്. എന്തായാലും കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ഇനിയും ഇവര് ഇതുപോലെയുള്ള ഒരുപാട് വന്ദേ ഭാരതിൽ കയറാനുള്ള ഒരു ഭാഗ്യമുള്ള കുട്ടികൾ തന്നെയാണ്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പുതിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ RSS ഗണഗീതം ആലപിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന വേളയിൽ സന്തോഷത്തിന്റെ ഗാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് വീഡിയോ പങ്കുവച്ചത്. മെട്രോ വരുന്നു തലസ്ഥാനത്ത്. മെട്രോ നഗരമാകാൻ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത്. 31 കിലോമീറ്ററിൽ 27 സ്റ്റോപ്പുകളാണ് അനുവദിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. തിരുവനന്തപുരം മെട്രോയിലെ പ്രധാന സ്റ്റോപ്പുകളും പാതയും ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടു വരാം. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മെട്രോ സിസ്റ്റത്തിനാണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അതിൻ്റെ അലൈൻമെൻറ്റിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരമേഖലയുടെ എല്ലാ ഹൃദയഭാഗങ്ങളെയും ഈ മെട്രോ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ടർ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. മൊത്തം 31 കിലോമീറ്ററിൽ 27 സ്റ്റേഷനുകൾ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കൊച്ചി മെട്രോ ആദ്യം വന്ന സമയത്ത് അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആയിരുന്നു. മൊത്തം സ്റ്റേഷനുകളുടെ എണ്ണം 23 ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് തലസ്ഥാനത്തിലേക്ക് വന്നപ്പോഴേക്കും അതിലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. മൊത്തം ആദ്യഘട്ടത്തിലെ ദൈർഘ്യം എന്ന് പറയുന്നത് 31 കിലോമീറ്റർ ആണ്. മൊത്തം 27 സ്റ്റേഷനുകളുമുണ്ട്. ഇത് ആരംഭിക്കുന്നത് പാപ്പനംകോട് നിന്നാണ്. പാപ്പനംകോട് ഇതൊരു മൊബിലിറ്റി ഹബ്ബാണ്. അവിടെ നിന്ന് മെട്രോ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് കൈമനം, കരമന, കിള്ളിപ്പാലം തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് പിന്നെ ഒരു മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ തമ്പാനൂർ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്കും ഈ മെട്രോ സ്റ്റോപ്പിൽ നിന്ന് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നീട് അവിടെ നിന്ന് തലസ്ഥാനത്തെ ഇപ്പോൾ ദിവസവും ഒരുപാട് തിരക്ക് വരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നുണ്ട്, പിന്നെ പാളയത്തിലേക്ക് പോകുന്നുണ്ട്. പാളയത്ത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കോളേജ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഒരുപാട് ആശ്രയിക്കാൻ സാധിക്കുന്ന സ്റ്റേഷനാണ്. പിന്നെ അവിടെ നിന്ന് പട്ടം, മുറിഞ്ഞപാലം തുടങ്ങി പിന്നെ അടുത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മൊബിലിറ്റി ഹബ്ബാണ്. പാപ്പനംകോട് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. പിന്നീട് ഉള്ളൂരിലേക്ക് പോകുന്നുണ്ട്. ഉള്ളൂർ പുതിയ മേൽപ്പാലം വരുന്നുണ്ട് മെട്രോയുടെ ഭാഗമായിട്ട്. പിന്നീട് അവിടെ നിന്ന് ഇത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പിന്നീട് ഈ മെട്രോയുടെ ഒരു പോക്കെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ ഹൃദയഭാഗം കഴിഞ്ഞ് ഒരു ഔട്ടർ സിറ്റിയിലേക്കാണ് പോകുന്നത്. അതായത് ബൈപ്പാസ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് കാര്യവട്ടം കടന്ന് പിന്നീട് ടെക്നോ പാർക്കിലേക്ക് കടക്കുകയാണ്. ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 3, ഫേസ് 2 ഈ മേഖലകളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്ന് വീണ്ടും അത് താഴേക്ക് വരികയാണ്. പിന്നെ ആക്കുളം, പിന്നീട് കൊച്ചുവേളിയിൽ ഒരു സ്റ്റോപ്പുണ്ട്. കൊച്ചുവേളി എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കും പ്രധാനമായിട്ടും ഇവിടെ നിന്ന് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നീട് അത് വീണ്ടും താഴേക്ക് വരുമ്പോൾ ചാക്ക കഴിഞ്ഞ് പിന്നീട് തിരുവനന്തപുരം എയർപോർട്ട് ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ്. തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് ഈ സ്റ്റോപ്പ് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നീട്
ഈഞ്ചക്കൽ ഹബ്ബിലാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്. ഈഞ്ചക്കൽ മറ്റൊരു മൊബിലിറ്റി ഹബ്ബാണ്. അതുപോലെ തന്നെ കാര്യവട്ടവും ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മൊബിലിറ്റി ഹബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നഗരത്തിലെയും അതുപോലെ തന്നെ ഔട്ടർ സിറ്റിയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം തുടങ്ങിയിട്ടുള്ളവ അത് ഇന്നലെ മുഖ്യമന്ത്രി പങ്കുവച്ച മാപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളെന്ന് പറയുന്നത് പാപ്പനംകോട് നിന്ന് പിന്നീട് തെക്കൻ മേഖലയിലേക്ക് നെയ്യാറ്റിങ്കര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത ഘട്ടം ഇതിൻ്റെ പദ്ധതിയിലുണ്ട്. അതുപോലെ തന്നെ കാര്യവട്ടത്ത് നിന്ന് പിന്നെ വടക്കൻ മേഖലകളായിട്ടുള്ള ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പദ്ധതിയുണ്ട്. പിന്നീട് ഈഞ്ചക്കൽ നിന്ന് പിന്നീട് വീണ്ടും തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ 2-3 ഘട്ടങ്ങൾ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ചെറുനഗരങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ തന്നെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പറയുമ്പോൾ തെറ്റായി പറയുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആണെന്നുള്ളത്. എന്നാൽ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ സ്റ്റാറ്റസിൽ നിന്ന് അത് മാറ്റി സാധാരണ കൺവെൻഷണൽ മെട്രോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നിരുന്നു. കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു പഠനം അനുസരിച്ചായിരുന്നു ഇതിനെ ലൈറ്റ് മെട്രോ സ്റ്റാറ്റസ് നൽകാനായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നടത്തിയിട്ടുള്ള പഠനത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് അതിവേഗം വളരുന്ന നഗരമായി കണ്ടെത്തുകയും ഈ തിരുവനന്തപുരം മെട്രോയ്ക്ക് ഒരു കൺവെൻഷണൽ മെട്രോ, അതായത് കൊച്ചിയിലൊക്കെ ഉള്ളതുപോലെ ഒരു സാധാരണ കൺവെൻഷണൽ മെട്രോ എന്ന് പറയുന്ന പദവി നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ളത് മോണോ റെയിലോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോയോ അല്ല, നോർമൽ മെട്രോ റെയിൽ തന്നെയാണ്. ഇനി ഇത് എന്ന് വരും എന്നുള്ള കാത്തിരിപ്പാണ്. DPR ഉൾപ്പെടെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. തിരുവനന്തപുരം മെട്രോ നിർമ്മാണം അതിവേഗം നടക്കുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാകും നിർമ്മാണം. 1 മാസത്തിൽ DPR തയ്യാറാക്കും. കൊച്ചിയേക്കാൾ തിരുവനന്തപുരത്തെ മെട്രോ സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുള്ളതാണെന്നും ലോക്നാഥ് ബെഹ്റ. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. തലസ്ഥാന നഗരിലെ ഒരു മെട്രോ സംവിധാനം ഉണ്ടാക്കണം, ഒരു പല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കുറെ വർഷമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അലൈൻമെന്റ് നമ്മുടെ നിശ്ചയിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതില് ഇപ്പോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അല്ലേ കുറച്ച് ഇപ്പോൾ മാറ്റങ്ങൾ വരും. കാരണം ഇതിന്റെ അലൈൻമെന്റ് കുറച്ചുകൂടെ ചേഞ്ച് ആയി. അപ്പോ അത് എത്ര പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ DMRCക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ. അവർ പെട്ടെന്ന് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. ഒരു മാസം 1.5 മാസം അകത്തെ നമുക്ക് DPR കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷം മാത്രം ഈ പണികളെ തുടങ്ങാൻ സാധിക്കും. ഏറെ ദാരുണമായ വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഭിത്തി തകർന്ന് സഹോദരങ്ങൾ മരിച്ചു. സഹോദരങ്ങളായ 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജ്നേഷുമാണ് മരിച്ചത്. ബന്ധുവായ 6 വയസ്സുകാരി അഭിനയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. അട്ടപ്പാടി കരുവാരൂരിൽ വൈകിട്ടായിരുന്നു അപകടം. പ്രജിത്ത് കോങ്ങാട് വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, ഏറെ വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമായി പോയി. 2 കുരുന്നുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു കുഞ്ഞ് ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതെപ്പോഴായിരുന്നു സംഭവം? ആശുപത്രിയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? മുക്കാലിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള വനത്തിലുള്ള ഊരിലാണ് അപകടം ഉണ്ടായത്. വനം വകുപ്പിന്റെ ജീപ്പിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും 2 കുട്ടികൾ മരണമടഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30 അട്ടപ്പാടി കരുവാരുകുണ്ട് ഊരിലെ അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി, അജ്നേഷ്, അഭിനയ എന്നിവരുടെ മേലെ പാതി പണി കഴിഞ്ഞ വീടിന്റെ മേൽക്കൂര, അതായത് സിമെന്റ് മേൽക്കൂരയാണ്, സ്ലാബ് പൊട്ടി വീണ് അപകടമുണ്ടായത്. അതിൽ ആദി 7 വയസ്സും അജ്നേഷ് 4 വയസ്സും ഉള്ള കുട്ടികൾ മരിച്ചു. അവരുടെ മൃതദേഹം ഇപ്പോൾ കോട്ടത്തറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ആഭിചാരത്തിൽ അകത്ത് ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിൽ. കോട്ടയം മണർകാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ്, അച്ഛൻ ദാസ്, ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഖിൽദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറി എന്നാരോപിച്ചായിരുന്നു ആഭിചാരക്രിയ നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു.
കോട്ടയത്ത് നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അതിൽ കേസിലായ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമാണ് ഇന്ന് പുറത്തു വരുന്നത്. അതായത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ മാസം 2-നായിരുന്നു. അതായത് യുവതിക്ക് മേൽ ബാധ കയറിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. ഈ യുവതിയുടെ ഭർത്താവും ഒപ്പം തന്നെ ഭർത്തൃപിതാവും ഒപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ സഹോദരിയും അമ്മയും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി യുവതിക്കെതിരെ സ്വീകരിക്കുകയും ചെയ്തത്. ഈ മാസം 2-ന് രാവിലെ ഈ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ശിവദാസ് എന്ന വ്യക്തി ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി വീട്ടിലേക്ക് എത്തുന്നു. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ ആഭിചാരക്രിയകൾ ഈ വീട്ടിൽ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ദേഹത്ത് ബാധയുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവർ പറഞ്ഞു, മദ്യപിച്ച് ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഒരു 12 മണിയായി കാണും എൻ്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു നെറ്റിയിൽ പാട്. ഇതിനിടെ ഈ യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും ഒപ്പം തന്നെ ബീഡി വലിപ്പിക്കുകയും കൂടാതെ ശരീരങ്ങളിൽ പല ഭാഗങ്ങളിലും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സമയം ഈ ഭർത്താവിൻ്റെ സഹോദരി ഈ ദൃശ്യങ്ങളൊക്കെ പൂർണ്ണമായും മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ ക്രൂരമായ പീഡനമേറ്റതിനു ശേഷം യുവതിയുടെ മാനസിക നില തന്നെ പൂർണ്ണമായും തെറ്റുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്നാണ് യുവതിയുടെ വീട്ടുകാർ ഈ വിവരം അറിയുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പോലീസ് ഈ മണ്ണർക്കാട് പോലീസിലാണ് ഈ യുവതിയുടെ മാതാപിതാക്കൾ പരാതി നൽകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതിയുടെ ഭർത്താവിനെയും ഒപ്പം തന്നെ ഭർത്തൃപിതാവിനെയും ഈ ശിവദാസ് എന്ന ആഭിചാരക്രിയയ്ക്ക് വഹിച്ച ആ വ്യക്തിയെയും പത്തനംതിട്ട സ്വദേശിയെയും അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. മറ്റ് 2 പേരെയും, അതായത് ഈ സഹോദരൻ്റെ അതായത് ഈ യുവതിയുടെ ഭർത്താവിൻ്റെ സഹോദരിയെയും ഒപ്പം തന്നെ അമ്മയും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ ഒളിവിൽ പോയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവരെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽദാസ് എന്ന വ്യക്തി, അതായത് കോട്ടയം മണ്ണാർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ്, ഒപ്പം തന്നെ ഇയാളുടെ പിതാവ് ദാസ് എന്നിവർ അതോടൊപ്പം തന്നെ ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തുടർ നടപടികൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി മറ്റെവിടെയെങ്കിലും ഇതേ രീതിയിലുള്ള നടപടികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവായത്. ഈ ദൃശ്യങ്ങൾ ഈ സഹോദരി പകർത്തുകയും അത് പിന്നീട് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ പകർത്തി വിവരം പോലീസ് അറിയുകയും തുടർന്ന് ഈ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടും അത് ബാക്കപ്പിലൂടെ തിരിച്ചെടുക്കുകയും ചെയ്തതിലാണ് ഈ ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതായാലും കോട്ടയത്തെ ഈ ഒരു ആഭിചാരക്രിയയുടെ ഭാഗമായി യുവതി നേരിട്ട പീഡനം അത് അതിക്രൂരമായിട്ടുള്ളതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനമാണ് യുവതി ഏറ്റുവാങ്ങുകയും ചെയ്തത്. എന്തായാലും നിലവിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുക വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ ഉൾപ്പെടെയുള്ളവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ അക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. വീണ്ടും ആന്തരിക രക്തസ്രാവം ഉണ്ടായോ എന്നറിയാനുള്ള പരിശോധന വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വേണു തറയിലാണ് കിടന്നിരുന്നതെന്നും പ്രാകൃതമായ നിലവാരമാണിതെന്നും ഹാരിസ് ചിറക്കൽ തുറന്നടിച്ചു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ചിറക്കൽ. നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു. അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷ്യറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷ്യറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്.
അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. വേണുവിനെ തറയിലാണ് കടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെ തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റും? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നിരുന്ന വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ ഏത് പ്രാകൃത നടപടിയാണ് ഇത്, വേണുവിനെ നിലത്ത് കിടത്തിയാണ് ചികിത്സിച്ചിരുന്നത്, എങ്ങനെ ഒരു ആധുനിക സമൂഹത്തിൽ ഇങ്ങനെ ചികിത്സ നൽകാനാവും, ഇതൊരു പ്രാകൃത സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. ഇത് താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉള്ള വിഷയം തന്നെയാണ്. നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല. അവിടെയൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ കൂടെ ഒരുക്കണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതാണ് വലിയ തരത്തിൽ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത്. അത് താൻ നേരത്തെയും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആണ് എന്നുകൂടിയാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ പറഞ്ഞു വെച്ചത്. അതായത് വലിയ തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവിടെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല. നേരത്തെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയായിരുന്നു വേണു. അത്തരത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് അതൊരു ചികിത്സാ പിഴവായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കാർഡിയോളജി വിഭാഗം മേധാവി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് തിരക്കൽ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വെയ്യൂർ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട്ടിൽ. കേരള പോലീസും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും സംയുക്തമായാണ് രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ഇയാളുടെ ഭാര്യയും അടുത്ത ബന്ധുക്കളും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട് പോലീസ് തിങ്കളാഴ്ചയാണ് ബാലമുരുകനെ വിയ്യൂരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ വിയ്യൂരിലേക്ക് കേരള പോലീസിലേക്ക് കൈമാറും മുമ്പ് തന്നെയാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. ഇയാൾക്ക് വേണ്ടി അന്നേ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് എവിടേക്ക് പോയതെന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായിരുന്നില്ല. ഇതിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ തമിഴ്നാട്ടിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്നുമാണ് ഈ ഫോൺ സന്ദേശം എത്തിയതെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച ഈ വന്ന ഫോൺ സംബന്ധിയായ കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതൊരു വഴിയാത്രക്കാരനിലാണ്. ഇത് വഴിയാത്രക്കാരൻ്റെ ഫോൺ വാങ്ങിച്ചാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം വീട്ടിൽ പറയാനുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞ് ഒരാൾ ഫോൺ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ഈ ഫോണിൻ്റെ ഉടമ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തെങ്കാശിയിലുള്ള ഇയാളുടെ ഭാര്യയെ ബാലമുരുകൻ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തെങ്കാശിയെ കിളിനീച്ചി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ബാലമുരുകൻ്റെ ഈ കുടുംബം താമസിക്കുന്നത്. അമ്മൻ കോവിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഏതാണ്ട് പോലീസ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്താനുള്ളൊരു സാധ്യത അത് കൂടുതലാണ് എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ മെയ്യിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് ഈ സ്ഥലത്തേക്ക് എത്തുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ബൈക്ക് സഹോദരന് നൽകിയെന്നാണ് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇയാളുടെ രക്ഷപ്പെടലും പിന്നീട് കുടുംബത്തെ വിളിക്കലുമാണ് ചെയ്യുന്നത്. പതിവായിട്ട് കുടുംബത്തിൽ ഭാര്യയും അല്ലെങ്കിൽ സഹോദരനെയുമാണ് ഇയാൾ ബന്ധപ്പെടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നിരീക്ഷണം തുടരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് അടക്കം കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. 52ഓളം കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ കൊടുംകുറ്റവാളിയാണ്. ഒരു കേസിൻ്റെ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പക്ഷേ തിരിച്ച് ഇവിടെ കേരള പോലീസിലേക്ക് എത്തുമ്പോൾ വിയ്യൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് പോലീസിന് കൈമാറും മുൻപ് തന്നെയാണ് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ ഉദാസീനതയും അലംഭാവവും കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിനനുസരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിൽ അന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്ന സംഘത്തിലെ പോലീസുകാരെ അടക്കം സസ്പെൻഷൻ നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാൾ തമിഴ്നാട്ടിലെത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് തെങ്കാശി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരള പോലീസിൻ്റെതടക്കമുള്ള അന്വേഷണം തുടരുകയാണ്. ഒരിടവേള.
ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ജസ്നയുടേത് ഉൾപ്പെടെ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയിലാണ് കേസ്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയതിനെ തുടർന്ന് ജസ്ന സലീമിനും _Bright എന്നീ ഇൻസ്റ്റാഗ്രാമിനുമെതിരെ പോലീസ് നടപടികൾ തുടരുകയാണ്. ഈ 2 അക്കൗണ്ടുകൾക്കെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഗുരുവായൂർ നടപ്പന്തലിൽ ഉൾപ്പെടെ വീഡിയോ ചിത്രീകരണം പാടില്ല എന്നുള്ളത്. നേരത്തെയും ഇത്തരത്തിലൊരു പ്രശ്നം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ ഇവിടെ ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണങ്ങൾ, റീൽസ് ചിത്രീകരണങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലല്ലാതെ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് ഹൈക്കോടതി ഉത്തരവിലും ഉള്ളതാണ്. അതേസമയം ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്ന സലീമിൻ്റെയും _Bright എന്നീ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പരാതികൾ എത്തിയിരുന്ന ഒരു സാഹചര്യത്തിലാണ്, അതായത് പടിഞ്ഞാറേ നടയിലാണ് ഇപ്പോൾ റീൽസ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ നടപ്പന്തലിൽ ഉൾപ്പെടെ റീൽസ് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം നാളെ അവസാനിക്കും. 1ാം ഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് 2ാം ഘട്ട പ്രചാരണത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ യുവാക്കളെ ഗുണ്ടകളാക്കി മാറ്റാനാണ് RJD ശ്രമിക്കുന്നതെന്ന് സീതാമഡിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ മത്സ്യബന്ധന മേഖല വളർന്നത് NDA സർക്കാരിന് കീഴിലാണ്. എന്നാൽ ഇപ്പോൾ ചിലർ സംസ്ഥാനത്തെ കുളങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയാണെന്നും മോദി പരിഹസിച്ചു. RJD के मंचों पर मासूम बच्चों से कहलवाया जा रहा है। क्या कहलवाया जा रहा है? वो बच्चे कह रहे हैं उन्हें रंगदार बनना है, रंगदार बनना। आप मुझे बताइए, बिहार का बच्चा रंगदार बनना चाहिए या डॉक्टर बनना चाहिए? रंगदार बनना चाहिए या डॉक्टर बनना चाहिए? क्या हम हमारे बच्चों को रंगदार बनने देंगे? क्या रंगदार बनाने वालों को जीतने देंगे? बिहार का बच्चा रंगदार नहीं बन सकता। अब हमारा बच्चा इंजीनियर बनेगा, डॉक्टर बनेगा, एडवोकेट बनेगा, अदालत में जज बनेगा। മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ സമരം പോലെയാണ് മോദി സാമ്രാജ്യത്വത്തിനെതിരെ കോൺഗ്രസിന്റെ പോരാട്ടമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. 10,000 രൂപ നൽകി സ്ത്രീകളുടെ വോട്ട് വിലയ്ക്ക് വാങ്ങാനാണ് BJP ശ്രമമെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. मोदी जी समझते हैं कि आपको झूठे वादे देकर आपको 10,000 रुपए पकड़ाकर वोट ले लेंगे आपका। मोदी जी सोचते हैं कि 20 सालों से इनकी सरकार चली है, बिहार में महिलाओं के लिए कुछ नहीं किया, अरे सुरक्षा भी नहीं दे पाए। महिलाओं पे अपराध 3 गुना बढ़ गया है, 3 गुना महिलाओं और बच्चों पे। आज बहन तुम बाहर जाती हो तो घबराहट होती है कि नहीं? 122 മണ്ഡലങ്ങളിലേക്ക് ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനിടെ 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സമസ്തിപൂർ ജില്ലയിലെ റോഡരികിൽ VVPAT സ്ലിപ്പുകൾ കണ്ടെത്തി. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായതോടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. തദ്ദേശ പോരിനൊരുങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ഉം വെൽഫെയർ പാർട്ടിയും സഹകരണം പരസ്യമായി പ്രഖ്യാപിക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേതുപോലുള്ള പരസ്യ പ്രഖ്യാപനം ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായമാണ് മുന്നണിക്ക്. പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സഖ്യമാകാമെന്ന നിലപാടിലാണ് UDF നേതൃത്വം. ഇതോടെ പഞ്ചായത്ത് തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാൻ തടസ്സമുണ്ടാവില്ല. നിലവിൽ മലപ്പുറം ജില്ലയിൽ മമ്പാട്, അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിൽ വെൽഫെയർ UDF-ഉമായി സഹകരിച്ചാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
വെൽഫെയർ പാർട്ടിയും UDF-ഉമായി പ്രഖ്യാപിത സഖ്യമുണ്ടാകില്ല. പക്ഷേ താഴെത്തട്ടിൽ ഒരുമിച്ച് തന്നെയാകും പ്രവർത്തിക്കുക. അതായത് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തെക്കൻ കേരളത്തിലും അതുപോലെ ഇടതുപക്ഷം എല്ലായിടത്തും വലിയ തോതിൽ പ്രചരണായുധമാക്കുകയും അത് ഒരുപക്ഷെ UDF-ന് തിരിച്ചടിയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സഖ്യ പ്രഖ്യാപനത്തിലേക്ക് പോകാത്തത്. മറിച്ച് താഴെത്തട്ടിൽ എന്ത് ചെയ്യണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് തീരുമാനിക്കാമെന്ന നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഓരോ പഞ്ചായത്തിലെയും സാഹചര്യം അനുസരിച്ച് ഓരോ മേഖലയിലും സാഹചര്യം അനുസരിച്ച് അവിടെയുള്ള നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. വെൽഫെയറിന്റെയും നിലപാട് അതുതന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറത്ത് 2 പഞ്ചായത്തുകളിൽ ഇതിനോടകം മമ്പാടും അങ്ങാടിപ്പുറത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വാർഡിൽ വെൽഫെയറിനെ UDF പിന്തുണയ്ക്കുന്നു, മറ്റിടങ്ങളിൽ വെൽഫെയർ UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നു. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ തന്നെ നിലമ്പൂരിൽ ഒരു പ്രഖ്യാപിത സഖ്യ പ്രഖ്യാപനം ഉണ്ടായത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് ഈ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ തന്നെ LDF നടത്തിയാൽ ദോഷമുണ്ടായേക്കും എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്, മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് UDF-ഉം വെൽഫെയറും പോകാത്തത്. പക്ഷേ അവർ താഴെത്തട്ടിൽ ഒരുമിച്ച് തന്നെയാകും പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് അറിയുന്നത്. അത് താഴെത്തട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമാകും എന്ന നിലപാടാണ് നേതൃത്വങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. നേമത്ത് കോൺഗ്രസ് സമവായം. നേമമണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് പിൻവലിച്ചു. വിഷയങ്ങൾ പരിശോധിക്കാമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉറപ്പു നൽകിയതായും കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് തുടരുമെന്നും സുരേഷ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അനുയായിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനുമായ നേമം ഷജീറിനെ നേമം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മണക്കാട് സുരേഷ് രാജിവെച്ചത്. ഒടുവിൽ മാപ്പ് കൊടുത്തു. വാർത്താ സമ്മേളനത്തിലെ അധിക്ഷേപ ചോദ്യത്തിൽ നടി ഗൗരി കിഷനോട് ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ കാർത്തിക്. ഗൗരി കിഷനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഗൗരിക്ക് മനോവിഷമം ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കാർത്തിക് പറഞ്ഞു. എന്നാൽ താൻ ബോഡി ഷേമിംഗ് ചെയ്തിട്ടില്ലെന്നാണ് തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നുമാണ് വിഷയത്തിലെ ഇയാളുടെ ന്യായീകരണം. அந்த பொண்ணை அவங்கள நான் பாடி ஷேம் பண்ணல, இடையே தான் ஹீரோ கிட்ட தூக்குனதுனால கேட்டோம். அது தவறாக புரிந்து கொள்ளப்பட்டு அது ஒரு ஜாலியான கொஸ்டினாக கேட்கப்பட்டது. அது தவறாக புரிந்து கொள்ளப்பட்டது. அதுக்காக அவங்க மனசு அவங்களுக்கு பாதிக்கப்பட்டிருந்தா, ஏன்னா அவங்க ஒருத்தரை தாக்கணுங்கிறது என் எண்ணம் இல்லை அப்படின்னு இன்னைக்கு ட்விட் போட்டிருக்காங்க. எனக்கும் அவங்க மனசை நோக்கடிக்கணுங்கிறது எண்ணம் இல்லை. இந்த நிகழ்வால் ஏதாவது அவங்களுக்கு மன வருத்தம் ஏற்பட்டிருந்தா, மன காயம் ஏற்பட்டிருந்தா, இது எல்லோருமே அவங்களுக்கு ஆதரவாக இருக்கிறாங்க. அப்படிங்கிறப்போ நாமளும் நம்ம நிலையிலேருந்து இறங்கி வரணும் அப்படின்ட்டு நான் இந்த நிகழ்வுக்கு வருத்தம் தெரிவிச்சுக்கிறேன். எந்த உள்நோக்கமும் இல்லை. இந்த நிகழ்வுக்கு நான் வருத்தம் தெரிவிச்சுக்கிறேன். நன்றி, வணக்கம். മദർ ഏലീഷ്യ ഇനി വാഴ്ത്തപ്പെട്ടവൾ. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുന്ന പ്രഖ്യാപനം ആഘോഷപൂർവ്വം നടന്നു. ലയോ 14 പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മദർ ഏലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തി. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക്ക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറല്ലി സന്ദേശം നൽകി. കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീഷ്യയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ദിവ്യബലിക്ക് ശേഷം ഏലീഷ്യാമ്മയുടെ നൊവേന CBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ പ്രകാശനം ചെയ്തു. KRLCB പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു. US ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ ട്രംപ് വീണ്ടും തള്ളിക്കളഞ്ഞതോടെ ഷട്ട്ഡൌൺ നീളാനാണ് സാധ്യത. ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻസിനോട് ആഹ്വാനം ചെയ്തു. US ധനാനുമതി ബില്ല് പാസ്സാകാതായതോടെയാണ് ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടന്നത്. ഇതോടെ രാജ്യത്തെ 10% വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം നൽകാനാകാതായതോടെ ഇവരിൽ ബഹുഭൂരിപക്ഷത്തോടും നിർബന്ധിത അവധിയിൽ പോകാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിമാന സർവീസുകളിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചത്. ആഭ്യന്തര സർവീസുകളെയാണ് ഇത് ബാധിച്ചത്. ആദ്യഘട്ടത്തിൽ രാജ്യവ്യാപകമായുള്ള 1000 വിമാനങ്ങൾ നിർത്തിവെച്ചു.
രാജ്യത്തെ തിരക്കുള്ള വിമാനത്താവളങ്ങളായ അറ്റ്ലാന്റ, ഡെല്ലാസ, ഡെൻവർ, നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ യാത്രക്കാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. ജീവനക്കാരുടെ കുറവ് കാരണം പലയിടത്തും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഷട്ട്ഡൌൺ തുടർന്നാൽ 20% വരെ ആഭ്യന്തര സർവീസുകൾ നിർത്തിവെക്കാനാണ് ആലോചന. പ്രതിസന്ധി നീണ്ടാൽ അന്താരാഷ്ട്ര സർവീസുകളും തടസ്സപ്പെടും. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും തള്ളിക്കളഞ്ഞു. ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ വോട്ട് ചെയ്യണമെന്നാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത്. ഇത് പ്രാവർത്തികമായാൽ ധനാനുമതി ബില്ല് പാസാകാൻ 60 വോട്ട് വേണമെന്ന വ്യവസ്ഥ ഇല്ലാതാകും. എന്നാൽ വിഷയത്തോട് റിപ്പബ്ലിക്കൻ പാർട്ടി വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിഖ്യാത ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രലോകത്ത് നിർണായക വഴിത്തിരിവായി മാറിയ DNA ഘടന കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് വാട്സൺ. ഫ്രാൻസിസ് ക്രിക്ക് എന്ന ശാസ്ത്രജ്ഞനൊപ്പമാണ് DNA-യുടെ പിരിയൻ ഗോവണി ഘടന വാട്സൺ കണ്ടുപിടിച്ചത്. ഇതിന് 1962 ഇരുവർക്കും വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക് സംഘർഷ് സമിതി കേരളയുടെ 3ാം വാർഷിക പൊതുയോഗം വിപുലമായ ചടങ്ങുകളോടെ തിരുവനന്തപുരത്ത് നടന്നു. പൊതുയോഗം ഡോക്ടർ ബി സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് NT അധ്യക്ഷനായിരുന്നു. വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിനും ക്ഷേമ പ്രവർത്തനത്തിനും പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. പരിപാടിയിൽ രാസലഹരിക്കെതിരായ പ്രതിജ്ഞയെടുത്തു. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ കപ്പ് ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരവും മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ജയിച്ചാണ് ടീം ഇന്ത്യ തിളങ്ങിയത്. അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരം. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ തുടർച്ചയായ 3ാം T20 പരമ്പര ജയമാണിത്. നേരത്തെ നടന്ന ഏകദിന മത്സരങ്ങളിൽ 2-1 ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ പരമ്പര നേടിയിരുന്നു. ഇനി മുകളിൽ ഒരാളുണ്ട് സെഗ്മെന്റിലേക്ക്. മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ മദ്യലഹരിയിൽ ബൈക്കിൽ യുവാവിന്റെ പരാക്രമം. തിരൂർ കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഹാരിസാണ് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. എടരിക്കോട് മുതൽ കക്കാട് വരെയാണ് ഇയാൾ അതിസാഹസികമായി ബൈക്ക് ഓടിച്ചത്. മുഹമ്മദ് ഹാരിസിനെ നാട്ടുകാർ പിടികൂടി തിരൂരങ്ങാടി പോലീസിന് കൈമാറി. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്